ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രീതിക്കുള്ള ഓണം പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്നിട്ട് ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തതിന് ശേഷം വീഡിയോയിൽ കാണുന്ന സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെയ്യേണ്ടത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് മാവേലിന്റെ PNG ഫയൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഈ ഒരു വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ആ ഒരു ഇമേജ് ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചെയ്യണത് ഓണം മൂഡ് എന്നുള്ള ടൈപ്പോഗ്രാഫി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇത് നമ്മൾ മാവേലിൻ്റെ പുറകു വശത്തായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ ഇതിന് ചെറിയ ഷാഡോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ നിങ്ങളുടെ കോളേജിനായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ക്ലബിനായിരിക്കാം. അപ്പോൾ ആ ഒരു കോളേജിൻ്റെ പേരോ അല്ലെങ്കിൽ ആ ഒരു ക്ലബിൻ്റെ പേരോ നിങ്ങളിവിടെ കൊടുക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റിക്കർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയർ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഇമേജ് നിങ്ങൾ ഈ ഒരു ഫോട്ടോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോനനുസരിച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം ഇതൊന്നും കൂടി ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. എന്നിട്ടും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത് നിങ്ങളുടെ ഫോട്ടോയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ആ ഒരു ഇമേജും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോട്ടോയ്ക്ക് അനുസരിച്ചിട്ട് മാത്രം ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും സ്റ്റിക്കർ ഓപ്ഷനിൽ ചെന്നിട്ട് സ്മോക്ക് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഇമേജും കൂടി ഫോട്ടോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഇമേജിന്റെ ഒപ്പാസിറ്റി കുറച്ചതിൻ്റെ ശേഷം മാവേലിന്റെ ബാക്ക് സൈഡിൽ വരുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും ഈ ഒരു സ്മോക്ക് ഇമേജിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം മാവേലിന്റെ ഫ്രണ്ട് സൈഡിൽ ഒപ്പാസിറ്റി കുറച്ചതിന് ശേഷം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ശേഷം അടിച്ചു കയറി വാ എന്ന ഈ ഒരു ടൈപ്പോഗ്രഫിയും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം.
ഇനി നിങ്ങൾ അവസാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കോളേജിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബ്ബിലോ എന്നാണോ നിങ്ങൾ ഓണപ്പരിപാടി നടത്തുന്നത് ആ ഒരു ഡേറ്റ് വന്നിട്ട് നിങ്ങൾ ഇവിടെ കൊടുക്കുക. അത് നിങ്ങൾ ഈ ഫോട്ടോയ്ക്ക് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.